തുടങ്ങുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ 4 മൂവ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ്, സ്പൈനൽ ട്വിസ്റ്റിങ്, ബാക്ക് ആൻഡ് ഫോർവേഡ് ബെൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നമ്മൾ കുറച്ചകത്തേക്ക് ഒരു 2 സ്റ്റെപ്പ് 1 2 ഇങ്ങനെ 2 സ്റ്റെപ്പ് എടുത്തിട്ട് കാല് ഇങ്ങനെ നിർത്തി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കരുത്, ഇങ്ങനെ വയ്ക്കാൻ ശ്രമിക്കുക, നേരെ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നേരെ വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഭാഗത്ത് ഫീൽ ചെയ്യണം സച്ചിന്. ടോയിൽ പൊന്താൻ ശ്രമിക്കുക. പൊന്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പൊന്തണ്ട. ഓക്കെ, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഹാൻഡ് സ്ട്രിങ് മസിൽസ് തൊട്ടിട്ട് നമ്മുടെ കോഫ് മസിൽസിനൊക്കെ ഒരു സ്ട്രെച്ചിങ് കിട്ടും. അതുപോലെ തന്നെ ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണത്. ഓക്കെ, അത് നമ്മൾ ശ്വാസം പുറത്തു വിട്ടു. ഓക്കെ, ഒരു 3 പ്രാവശ്യം ശ്വാസം വലിച്ചു, ശ്വാസം പുറത്തു വിട്ടു. 3 പ്രാവശ്യം നിർത്തുന്നെങ്കിൽ ഒരു 8 കൗണ്ട് ചെയ്യാം കേട്ടോ. 8 കൗണ്ട് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല, പോയിന്റ് ചെയ്യാവുന്നതായിട്ട്. ഓക്കെ, ദെൻ ശ്വാസം വലിച്ചു. സെക്കൻഡ് 1 നമ്മൾ ശ്വാസം വലിച്ചിട്ട് നാലിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോകാം, ശ്വാസം പുറത്തു വിടാം. ശ്വാസം വലിക്കാം, ശ്വാസം പുറത്തു വിടാം. ഇത് നമ്മളൊരു 3 4 പ്രാവശ്യം ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു, ശ്വാസം വലിച്ചു, ചെസ്റ്റ് ഓപ്പൺ, കീപ് യുവർ ആം ഇൻ ഷോൾഡർ ലൈൻ, എക്സ്ഹേൽ. ഓക്കെ, നെക്സ്റ്റ് 1 നമുക്ക് സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ് ആണ്. ഇന്റർലോക്ക് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഞാൻ പറയാം ഇതിൽ. അപ്പോൾ നമ്മൾ ആദ്യം വലതു ഭാഗത്തേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, സൈഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുക. ദെൻ ശ്വാസം വലിക്കുക, ശ്വാസം പുറത്തു വിടുക. അപ്പോൾ ഇത് പറ്റുന്നില്ല, നന്നായിട്ട് ഈ സ്ട്രെച്ചിങ് പറ്റുന്നില്ല, ഒന്നും വേണ്ട, കൈ അരയിൽ വയ്ക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് ഇത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ്. ഇത് കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ പിന്നിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ എൽബോയിൽ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് പുൾ ചെയ്യാം. ദെൻ സെൻറ്റർ, ഇത് സൈഡ്. ഓക്കെ, ഈ സാധനം തന്നെ വേണമെങ്കിൽ നമുക്ക് കൈൻ്റെ റിസ്റ്റ് പിടിച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാർക്കുള്ളത്. ഓക്കെ, സ്പൈനൽ ട്വിസ്റ്റിങ്ങോ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ചെയ്യാം. കാലിൻ്റെ പാദം അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ടേൺ ചെയ്യാം. ദെൻ ശ്വാസം പുറത്തു വിടാം, എന്നിട്ട് ശ്വാസം വലിക്കുക, ദെൻ ശ്വാസം പുറത്തു വിടാം. ഓക്കെ ഓക്കെ, ആ ടേൺ ചെയ്യാനായിട്ട്. ദെൻ ഫൈനൽ നന്നായിട്ട് ടേൺ ചെയ്യുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം ചെയ്യണമെങ്കിൽ ആ ഫൈനൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ ആ പോസ്റ്റിൽ ഒരു മന്ത്ലി കൗണ്ട് ചെയ്യുക. 1 5 4 3 2 1 അത്രയും കൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരിക. ഓക്കെ, എല്ലാത്തിലും തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ മൂവ്മെൻറ്റ് കഴിഞ്ഞ് കൈ പിന്നിൽ കെട്ടുക, അതല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് കുറച്ച് അഡ്വാൻസ് ആണ്. ശ്വാസം പുറത്തു വിടുക, കൈ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആണ്, പക്ഷെ അതിൽ എളുപ്പത്തിലുള്ളത് സപ്പോർട്ട് ചെയ്യാം. പിന്നിലേക്ക് ബെൻഡ് ചെയ്യാം, ദെൻ മുമ്പിലേക്ക് അതിൻ്റെ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇതിൽ തന്നെ കുറച്ചും കൂടിയും കാലാവധി വയ്ക്കുക. ഇത്രയും കാലാവധി വെച്ചതിന് ശേഷം നമ്മൾ കൈ 90 ഡിഗ്രിയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി തന്നിട്ട് ഈ വിരൽ തൊടാൻ ശ്രമിക്കാം. ആൻഡ് സ്ലോലി അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, സ്ലോലി അപ്പ് ആൻഡ് സ്ലോലി അപ്പ്. ഓക്കെ, ഇത് തന്നെ നമ്മൾ മുമ്പിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എത്രയും മുമ്പിലേക്ക് കൊണ്ടുപോകാൻ സ്ഥലത്തിന് ചെയ്യുക. ദെൻ നേരെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോവുക. സൈഡ് അപ്പ്. ഓക്കെ, ഫോർവേഡ് ഇൻ, സൈഡ് അപ്പ്, ഫോർവേഡ് ഇൻ, സൈഡ് അപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ചെയർ പോസ്, കൈ പൊന്തിച്ച് പിടിക്കാം മുമ്പിൽ. നമ്മുടെ മുട്ടിനെയൊക്കെ വളരെ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. കാലിനെ ഫുള്ളായിട്ട് സ്ട്രെങ്ത്. ഇപ്പോൾ നമുക്ക് തൊട്ടാൽ അറിയാൻ കാല് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ കാല് നിവർത്തി നേരെ മുമ്പിലേക്ക് പാദഹസ്താസനം. ഇവിടെ ടച്ച് ചെയ്യാൻ പൊതിയാണ് ആംഗിൾ ടച്ച് ചെയ്യാം. ഓക്കെ, പൊന്തിക്കുക, ബെൻഡ് ആൻഡ് സ്ട്രെച്ച്, എക്സ്ഹേൽ ഡൗൺ. ഫോർവേഡ് ബെൻഡ് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഫോർവേഡ് ബെൻഡ് എപ്പോഴും ശ്വാസം പുറത്ത് കളഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ബാക്ക് സ്ട്രെച്ചിങ് ശ്വാസം വലിച്ചിട്ടും. ഓക്കെ, ട്വിസ്റ്റിങ് ചിലപ്പോൾ ശ്വാസം പുറത്ത് വിട്ടിട്ടുണ്ടാകും, ശ്വാസം എടുത്തിട്ടുമുണ്ട്. ഓക്കെ, അത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, ഞാൻ ഓൺലൈൻ ഒരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൺലൈൻ അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. പലരും പല ഫ്രണ്ട്സും പറഞ്ഞപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് വേണമെന്ന്. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമ്മളത് എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് നേരിട്ട് കണ്ടിട്ട് ചെയ്യാവുന്നൊരു ഇതും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ നല്ല എനർജിക്കായിട്ടിരിക്കുക. അപ്പോൾ
വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ടുവരാം. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി പോലെ ഞാൻ ചാനലിലൂടെ അറിയിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാം. നമുക്ക് ഒരു നമ്മുടെ ഹൗ ടു ലിവ് വിത്തൗട്ട് മെഡിസിൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഡിസിൻ ഇല്ലാതെ, അപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ മൈൻഡിൽ എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും നമുക്ക്, അത് ഉറപ്പാണ്. അപ്പം അതില്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് തന്നെ നമുക്ക് നമ്മൾ ഡോക്ടറാവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ കുറച്ച് വ്യത്യാസം വരുത്തുക. അതുപോലെ തന്നെ ഉറക്കം, സമയം, അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് മൊബൈലും ഇതൊക്കെ വന്നുകൊണ്ട് ഒരുപാട് സമയം നമ്മളതിൽ ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതില്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച് കുറച്ച് നേരമെങ്കിലും ചിന്തിക്കാം. അല്ലാണ്ട് എന്തെങ്കിലും വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ അതിനൊരു സർവൈവ് ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അത് കുട്ടികളായാലും ശരി, വലിയവരാണെങ്കിലും ശരി, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെഗറ്റീവായി, പിന്നെ നെഗറ്റീവ് എനർജി വന്നിട്ട് നമ്മൾ തളർന്നു പോകും. അപ്പോൾ തളർന്നേക്കാളും നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന നല്ല സ്പോർട്സ്മാനൊക്കെ ആയിരിക്കും. പിന്നീട് വന്ന് ജീവിതചക്രന്മാരെ ഇതെന്നൊക്കെ വിട്ടുപോകും. അപ്പോൾ അതൊന്ന് വിട്ടുപോകാൻ നമ്മൾ കുറച്ച് ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. ഏത് ചെയ്യാനിപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുകയാണെങ്കിലും ശരി, ഓടുകയാണെങ്കിലും ശരി, നമ്മൾ വാമപ്പ് ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബോഡി റെഡിയാക്കണം. നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് സ്വെറ്റ് ചെയ്യണം, നന്നായിട്ട് ട്വിസ്റ്റിങ്ങും ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങാൻ. അപ്പോൾ കുറച്ച് ഇതും കൂടി നമ്മൾ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് എക്സസൈസ് കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് തെറ്റോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ രാവിലെ ബെഡിൽ എണീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോന്നും ഈച്ച് ആൻഡ് എവരി ഇതും നമ്മൾ ഇതിൻ്റെ പേരിൽ റൈക്കി ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. റൈക്കി അതിൽ കുറച്ച് എക്സസൈസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അബ്ഡോമൻ ഫാറ്റ്, നമ്മുടെ ഫുൾ ബോഡി സ്ട്രെങ്ത് കൊണ്ടുവരാനുള്ള അതൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും